സ്റ്റുഡൻസ് 2 മണിക്കൂറാണ് എക്സാം എഴുതാനുള്ള സമയം. അറിയാവുന്ന ചോദ്യത്തിന്റെ ഉത്തരം മാത്രം എഴുതി വെച്ചിട്ട് വേഗം പോവാൻ നോക്കുക. അറിയത്തില്ലെങ്കിലോ? അറിയത്തില്ല, നീ മോളോട്ട് നോക്കിക്കേ. യെസ്, എല്ലാത്തിൻ്റെ ഉത്തരം എനിക്കറിയാം. തലേദിവസം എല്ലാം നോക്കി വെച്ചതുകൊണ്ട് എനിക്കെല്ലാം ഇനി എഴുതാൻ പറ്റും. ഇത്തവണ ഞാൻ ഫുൾ പാസ്, ഉറപ്പ്. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ നമ്മുടെ വിചാരം ഇതൊക്കെയായിരിക്കും. പക്ഷേ നമുക്കൊന്നും തന്നെ എഴുതാൻ പറ്റുകയില്ല. ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ നമ്മളെ തന്നെ ചതിക്കും. സാധാരണ ദിവസങ്ങളിൽ നമ്മൾ തെക്കോട്ട് നോക്കി നടന്നിട്ട് എക്സാമിൻ്റെ തലേദിവസം നമ്മളെല്ലാം പഠിച്ചു തീർക്കും എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ആണ് നമ്മളെ ഈ ഒരു അവസ്ഥയിൽ നിർത്താനുള്ള കാരണം. അതുകൊണ്ട് അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ പഠിക്കുക. നീയൊന്നും പഠിച്ചിട്ടല്ല വരുന്നത്, നിന്റെ മുഖം കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും. എന്നാ ഇപ്പൊ ചെയ്യണ്ടേ? എക്സാമിന് പാസ്സാവണ്ടേ? ഒരു കാര്യം ചെയ്യും, എല്ലാരും നോക്കിയെങ്കിൽ എഴുതിക്കോ. ശബ്ദം ഉണ്ടാക്കിയെങ്കിലും കേട്ടല്ലോ. വാട്ട്? ഞാൻ എന്താണ് ഈ കേട്ടത്? എല്ലാ കുട്ടികളും എക്സാം ഹാളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു ഡയലോഗാണ് സാർ ഇപ്പൊ പറഞ്ഞത്. എടാ, ഉത്തരവെല്ലാം കിട്ടിയെങ്കിൽ വേഗം പറ, നമുക്ക് വേഗം എഴുതിട്ട് പോവാം. എടാ, നമുക്ക് ഈ എക്സാം എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. എന്താ എടാ, ഇന്ന് മാത്സിന്റെ എക്സാം ആണെന്ന് എനിക്ക് അറിയത്ത് പോലും ഇല്ലായിരുന്നു. ആ ഫ്രണ്ട് വെച്ച് ഇരിക്കുന്നില്ല കിഴങ്ങൻ, അവിടെ എല്ലാവരും പറഞ്ഞു ഇന്ന് ഫിസിക്സിന്റെ എക്സാം ആണ്. അങ്ങനെ ഞാൻ ആ നഗ്നസത്യം മനസ്സിലാക്കുന്നു. ഈ എക്സാം ഹാളിൽ ഇരിക്കുന്ന ഒറ്റ ഒരെണ്ണത്തിനും ഒരു ഉത്തരവും അറിയത്തില്ല. വിഷുവിനും ക്രിസ്മസിനും പടക്കം പൊട്ടിക്കാനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ പൊട്ടിക്കാൻ പടക്കം ഉണ്ടെങ്കിലും കത്തിക്കാൻ തീപ്പെട്ടിയില്ലാത്ത അവസ്ഥ. ചിരിക്കണോ കരയണോ എന്ന് പോലും നമ്മൾ കൺഫ്യൂഷൻ അടിക്കുന്ന വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള സന്ദർഭം. ബൈ.